ഈ കനാന്യ സ്ത്രീക്ക് കർത്താവിൽ നിന്നും അവളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കുവാൻ 3 സ്റ്റെപ്പുകളിലൂടെ അവൾ കടന്നുപോയി. നമുക്കും കർത്താവിൽ നിന്ന് മറുപടി ലഭിക്കണമെങ്കിൽ, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കണമെങ്കിൽ ഈ 3 സ്റ്റെപ്പുകൾ നമ്മളും പാലിക്കുകയാണെങ്കിൽ നമ്മുടെ പ്രാർത്ഥനാ വിഷയത്തിനുള്ള മറുപടിയും സ്വർഗത്തിലെ ദൈവം തക്ക സമയത്ത് തരുന്നതായിരിക്കും. ആ 3 സ്റ്റെപ്പുകൾ എന്തൊക്കെയാണെന്നാണ് നാം ഈ പകൽക്കാലം ചിന്തിക്കാൻ പോകുന്നത്. ഒന്നാമത്തെ സ്റ്റെപ്പ്, പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കാനുള്ള ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്ന ആ വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്, ഈ കനാന്യ സ്ത്രീ യേശുവിൻ്റെ അടുത്ത് ചെന്നിട്ട് അവൾ എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്? അവൾ നിലവിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ അതാണ് ശ്രദ്ധിക്കേണ്ടത്. വെറുതെ പോയി പ്രാർത്ഥിക്കുകയല്ല. യേശുവിൻ്റെ അരികിൽ ചെന്നിട്ട് അവൾ നിലവിളിക്കുകയാണ്. അലമുറയിട്ട് ഹൃദയം തകർന്നും നുറുങ്ങിയുമുള്ള ഹൃദയത്തോടുകൂടെ ഈ കനാന്യ സ്ത്രീ കർത്താവിൻ്റെ മുൻപാകെ തൻ്റെ പ്രാർത്ഥനാ വിഷയം അവതരിപ്പിക്കുകയാണ്. നമുക്ക് പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കണമെങ്കിൽ അതിപ്രധാനപ്പെട്ട സ്റ്റെപ്പാണിത്. നമുക്കൊന്ന് ആത്മാർത്ഥമായി കരയുവാൻ, നിലവിളിക്കുവാൻ, കണ്ണുനീർ ചൊരിഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ നമുക്ക് കഴിയുമെങ്കിൽ, നമ്മുടെ കണ്ണുനീര് കാണുമ്പോൾ മനസ്സലിയുന്ന ദൈവപുത്രനായിരിക്കുന്ന ക്രിസ്തു അവിടെ നിന്ന് നമ്മുടെ കണ്ണുനീരിൻ്റെ കാര്യം മനസ്സിലാക്കി അതിന് പരിഹാരം വരുത്തി അതിന് മറുപടി നൽകി നമ്മളെ സന്തോഷത്തോടെ പറഞ്ഞയക്കുവാൻ കർത്താവ് ഇന്നും മതിയായവനാണ്. പക്ഷേ നമുക്കെല്ലാവർക്കുമുള്ളൊരു കുഴപ്പം എന്ന് പറഞ്ഞാൽ, നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ട്, പക്ഷേ നിലവിളിച്ച് പ്രാർത്ഥിക്കുവാൻ പലപ്പോഴും കഴിയുന്നില്ല. ഒരു വ്യക്തിക്ക് നിലവിളിച്ച് പ്രാർത്ഥിക്കണമെങ്കിൽ അയാളുടെ ഹൃദയം, അയാളുടെ മനസ്സ് അത്രമാത്രം തകർന്നിട്ടുണ്ടാകും. തകർന്ന ഒരു മനസ്സിന് മാത്രമേ, തകർന്ന ഒരു ഹൃദയമുള്ള ഒരാൾക്ക് മാത്രമേ നിലവിളിച്ച് പ്രാർത്ഥിക്കാനായി പറ്റുകയുള്ളൂ. നിലവിളിയെ കേൾക്കുന്ന ദൈവം, കരയുന്ന വ്യക്തിയെ ശ്രദ്ധിക്കുന്ന ദൈവം, ആ ദൈവം ഇന്നും ജീവിക്കുന്നു. കനാന്യ സ്ത്രീയുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കാനുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് അവൾ നിലവിളിച്ച് കർത്താവിനോട് പ്രാർത്ഥിച്ചു എന്നുള്ളതാണ്. നിലവിളിക്കുവാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ, കരയുവാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ, കരഞ്ഞു പ്രാർത്ഥിക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മൾ അപേക്ഷിക്കണം. കർത്താവേ, എനിക്കൊന്ന് നിലവിളിച്ചൊന്ന് പ്രാർത്ഥിക്കാൻ കൃപ തരണമേ. അങ്ങനെ ഒന്ന് പ്രാർത്ഥിച്ചോ, തീർച്ചയായിട്ടും കർത്താവ് നമുക്ക് ആ കൃപ തരും. നിലവിളിച്ച് കരഞ്ഞ് തകർന്ന മനസ്സോടെ നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയും. നിലവിളിക്കുന്ന പ്രാർത്ഥനയെ ദൈവസന്നിധിയിൽ ദൈവം ഒരിക്കലും കൈവിടില്ല. അങ്ങനെയെങ്കിൽ ഈ പ്രഥമമായ സ്റ്റെപ്പിലൂടെ നിലവിളിച്ച് കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരു സമർപ്പണമുള്ളൊരു പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇപ്പൊ രണ്ടാമത്തെ, പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കാനുള്ള രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് ഈ സ്ത്രീ കയറുകയാണ്. എന്താണ് ആ സ്റ്റെപ്പ്? അവൾ കേവലം ഒരു പ്രാർത്ഥന മാത്രമല്ല പ്രാർത്ഥിക്കുന്നത്. അവിടെ എഴുതിയിരിക്കുന്നു, എന്നെ സഹായിക്കണമേ കർത്താവേ എന്ന് പറഞ്ഞ് അവനെ നമസ്കരിച്ചു. ഈ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണ്? ആദ്യം നിലവിളിച്ചാണ് ഈ സ്ത്രീ പ്രാർത്ഥിച്ചത്. എന്നാൽ ഇവിടെ നിലവിളിച്ചു എന്ന് കാണുന്നില്ല. പക്ഷേ
ഒരു പ്രത്യേക വാക്ക് അവിടെ കാണാൻ പറ്റും. അവൾ കർത്താവിനെ നമസ്കരിച്ച് കർത്താവിനെ ആരാധിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ കർത്താവ് ആരാധനയ്ക്ക് യോഗ്യനാണ്. ആര് തന്നെ സ്തുതിക്കുന്നുവോ, ആര് തന്നെ ആരാധിക്കുന്നുവോ, ആര് തന്നെ പുകഴ്ത്തുന്നുവോ, മഹത്വപ്പെടുത്തുന്നുവോ, അവരുടെ ആരാധന സ്വീകരിക്കുവാൻ എന്നും തയ്യാറായി 2 കരങ്ങൾ നീട്ടി യേശു നിൽക്കുകയാണ്. ഈ സ്ത്രീക്ക് മനസ്സിലായി, ഇവൻ ആരാധനയ്ക്ക് യോഗ്യനാണ്, ഇവൻ സർവശക്തനായ ദൈവമാണ്, ഇവനെ സ്തുതിക്കണം, ഇവന്റെ മുമ്പിൽ മുട്ടുകുത്തണം, ഇവനെ നമസ്കരിക്കണം. ഇവനെ പൂർണ്ണ ഹൃദയത്തോടെ ആരാധിച്ചാൽ, അങ്ങനെ ആരാധിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാൽ നിശ്ചയമായും എൻ്റെ പ്രാർത്ഥനാ വിഷയത്തിന് മറുപടി തരും എന്നവൾ വിശ്വസിച്ചുകൊണ്ട് യേശുവിന്റെ മുമ്പാകെ മുട്ടുകുത്തി കരങ്ങൾ ഉയർത്തി അവൾ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട്, നീ എൻ്റെ ദൈവമാണ്, ഞാൻ നിന്റെ ദാസിയാണ്, എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് ഈ സ്ത്രീ ആരാധിച്ച് കർത്താവിനോട് പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കണമെങ്കിൽ ഈ സ്റ്റെപ്പിലൂടെ നമ്മളും പോയേ പറ്റും. കർത്താവിൻ്റെ സന്നിധിയിൽ വരുമ്പോൾ നമ്മൾ കുറേ വിഷയങ്ങളൊക്കെ അങ്ങ് അവതരിപ്പിച്ച്, കർത്താവേ പ്രാർത്ഥനയ്ക്ക് മറുപടി തരണമേ, യേശുവിന്റെ നാമത്തിൽ പിതാവേ ആമേൻ എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാതെ ഈ പ്രാർത്ഥിക്കുന്ന നമ്മൾ കർത്താവിനെ സ്തുതിക്കണം. അവൻ്റെ സർവശക്തിയെ, അവൻ്റെ കഴിവുകളെ, അവൻ്റെ പ്രവൃത്തികളെ, അവൻ ചെയ്യുന്ന കാര്യങ്ങളെ, കഴിഞ്ഞ കാലങ്ങളിൽ നമുക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങളെ, നമുക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ, ഇനി ചെയ്യുവാൻ പോകുന്ന കാര്യങ്ങളെ എല്ലാം മനസ്സിൽ കണ്ടുകൊണ്ട് നമ്മളൊന്ന് സ്തുതിക്കണം, നമ്മളൊന്ന് ആരാധിക്കണം. സകല മഹത്വത്തിനും യോഗ്യൻ കർത്താവാണെന്ന് നമ്മൾ ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ആ കൂട്ടത്തിൽ നമ്മൾ വിഷയവും അവതരിപ്പിക്കണം. അപ്പോഴാണ് പ്രാർത്ഥനയുടെ ഉത്തരം നമ്മുടെ കൈകളിലേക്ക് ലഭിക്കുന്നത്. ഈ കനാന്യ സ്ത്രീ അത് ചെയ്തു, നമ്മളും അത് ചെയ്യണം. പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കുന്നതിനുള്ള 3ാമത്തെ പ്രധാനപ്പെട്ട സ്റ്റെപ്പിലേക്ക് അവൾ കയറുകയാണ്. ഇത്രയും നേരത്തെ സംഭാഷണത്തിലൂടെ യേശു ആരാണെന്നും ഈ സ്ത്രീ ആരാണെന്നും ശരിക്കൊന്ന് മാറ്റുരയ്ക്കായിരുന്നു. ഈ സ്ത്രീ കർത്താവിനോട് ഒരു മറുപടി പറഞ്ഞു. അതേ കർത്താവേ, ഇവളെന്താണ് പറഞ്ഞതിൻ്റെ അർത്ഥം? അങ്ങ് ഉദ്ദേശിച്ചതുപോലെ ഞാനൊരു നായ്ക്കുട്ടിയാണ്, ഞാൻ അങ്ങയുടെ മകളല്ല, അതിനുള്ള യോഗ്യത എനിക്കില്ല, ഞാനൊരു നായ്ക്കുട്ടിയാണ്. അതാണ് അവൾ പറഞ്ഞത്. അതേ കർത്താവേ, ഞാൻ നായ്ക്കുട്ടിയാണ്. എന്നിട്ട് അവൾ പറയുന്നു, നായ്ക്കുട്ടികളും ഉടയവരുടെ മേശയിൽ നിന്ന് വീഴുന്ന നുറുക്കുകൾ തിന്നുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. അവൾ സ്വയം തന്നെ താഴ്ത്തുകയാണ് കർത്താവിന്റെ മുൻപാകെ. ആ വലിയവനായ കർത്താവിന്റെ മുൻപാകെ അവൾ തന്നെ സ്വയം താഴ്ത്തി, കർത്താവേ, അങ്ങ് ഉദ്ദേശിച്ചതുപോലെ പറഞ്ഞതുപോലെ ഞാനൊരു നായ്ക്കുട്ടിയാണ്, അങ്ങയുടെ അനുഗ്രഹത്തിന് ഞാനോ എൻ്റെ മകളോ ഒരു യോഗ്യതയുമില്ലാത്തവരാണ്, ഞാൻ സമ്മതിക്കുന്നു. അതേ കർത്താവേ, ഞാനും എൻ്റെ മകളും നായ്ക്കുട്ടികളാണ്, ഞങ്ങൾ അയോഗ്യരാണ്, അങ്ങയുടെ മുമ്പിൽ നിൽക്കാനുള്ള ഒരു യോഗ്യത പോലും കർത്താവേ ഞങ്ങൾക്കില്ല, ഞങ്ങൾ സമ്മതിക്കുന്നു. അവളെ തന്നെ സ്വയം ഭൂമിയോളം താഴ്ത്തി ആ പൂഴിയോളം താഴ്ത്തിക്കൊണ്ട് അവൾ വിഷയങ്ങൾ കർത്താവിൻ്റെ മുമ്പാകെ അവതരിപ്പിക്കുകയാണ്. കർത്താവ് എന്താ പഠിപ്പിച്ചത്? തന്നെത്താൻ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും, തന്നെത്താൻ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും. യോഹന്നാൻ സ്നാപകൻ തൻ്റെ കൂടെയുള്ള ശിഷ്യന്മാരും ഇതാ ലോകത്തിന്റെ പാപങ്ങൾ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് യേശുവിനെ ചൂണ്ടിക്കൊണ്ട് യോഹന്നാൻ സ്നാപകൻ പറഞ്ഞപ്പോൾ ഈ ശിഷ്യന്മാരും യേശുവിന്റെ പുറകെ പോയി.
അവിടെ ഒരസൂയയും യോഹന്നാൻ സ്നാപകനുണ്ടായില്ല. യോഹന്നാൻ സ്നാപകൻ സന്തോഷത്തോടെ അദ്ദേഹം പറയുന്നു, ഞാനോ കുറയണം, യേശുവോ വളരണം. പ്രിയപ്പെട്ടവരെ, ഈ ഒരു മനസ്സാണ് ദൈവം നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത്. നമ്മുടെ പ്രാർത്ഥനകൾക്ക്, നമ്മുടെ യാചനകൾക്ക് അത്ഭുതകരമായ മറുപടി ലഭിക്കണമെങ്കിൽ ഉന്നതനായ ദൈവത്തിന്റെ മുൻപാകെ നിൽക്കുന്ന നമ്മളെ തന്നെ ഭൂമിയോളം, അവന്റെ പാദപീഠമോളം നമ്മളെ തന്നെ താഴ്ത്തണം. നമ്മൾ സമ്മതിക്കണം, കർത്താവേ, ഞാൻ ഒന്നുമല്ല, ഞാനൊരു പൂജ്യം മാത്രമാണ്, ഞാനൊരു നിസ്സാരനാണ്, എനിക്കൊരു യോഗ്യതയുമില്ല, എനിക്കൊരു അർഹതയുമില്ല കർത്താവേ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവ മുൻപാകെ നമ്മളെ തന്നെ താഴ്ത്തുമ്പോൾ നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഉന്നതനായ ശ്രേഷ്ഠനായ പരിശുദ്ധാത്മാവ്, ആ കർത്താവ് നമ്മളെ സ്നേഹത്തോടെ മനസ്സലിഞ്ഞ് കരുണ കാണിച്ച് നമുക്ക് മറുപടി തന്ന് നമ്മൾ അനുഗ്രഹിക്കുവാനിടയാകും. പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കണമെങ്കിൽ സ്വയം താഴ്ത്തി പ്രാർത്ഥിക്കുവാൻ നമുക്ക് കഴിയണം. അങ്ങനെ പ്രാർത്ഥിക്കുന്നവർക്ക് ഉന്നതനായ കർത്താവ് വ്യക്തമായ 100% ഉറപ്പായ മറുപടി തന്നിരിക്കും. അതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്.